കായംകുളത്ത് യുവതിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാൻ ആലപ്പുഴ CJM കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ വാദം തെറ്റാണെന്ന് യുവതി മീഡിയ വണിനോട് പറഞ്ഞു. കേസിൽ 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകി. കായംകുളത്ത് യുവതിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നായിരുന്നു യുവതിയുടെ പരാതി. സംഭവത്തിൽ DGP അന്വേഷിക്കാൻ SP-യോട് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് SP റിപ്പോർട്ട് സമർപ്പിച്ചത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് SP DGPക്ക് നൽകിയ റിപ്പോർട്ട്. 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത്. BNS നിയമപ്രകാരം ഉപാധികളോടെയാണ് സെനിലിനെ നോട്ടീസ് നൽകി വിട്ടയച്ചത്. ഉപാധികളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ മാത്രമേ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. അതായത് 7 ഇയേഴ്സിൽ ഇംപ്രിസൺമെന്റുള്ള കേസുകളിൽ അപ് ടു 7 ഇയേഴ്സ് അറസ്റ്റ് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നോട്ടീസ് കൊടുത്ത് പോലീസിന് വിടാം. പിന്നെ ഒരു 6-7 കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടീസ് പ്രകാരമുള്ള ആ ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും അയാളെ കേസിലേക്ക് അറസ്റ്റ് ചെയ്യാം. അതേസമയം പോലീസിന്റെ വാദം തെറ്റാണെന്ന് യുവതി പറഞ്ഞു. ഇതുവരെയും വൈദ്യപരിശോധന നടത്തിയിട്ടില്ലെന്ന് യുവതി വ്യക്തമാക്കി. FIR ഇടാൻ പോയപ്പോൾ ജസ്റ്റ് എന്റെ FIR എഴുതി അവരെന്നെ വിട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയിട്ടില്ല. സെക്ഷൽ അബ്യൂസിംഗ് കേസാണെന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം വിത്തൗട്ട് വാറണ്ട്. അതവര് ചെയ്തിട്ടില്ല. 4-ാം തീയതി കൊടുത്ത FIRന് ഈ 13-ാം തീയതി വരെ മൊഴി കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ? അതുമില്ല. യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാൻ ആലപ്പുഴ CJM കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. രഹസ്യമൊഴിയെടുത്ത ശേഷം വേണ്ടിവന്നാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. കായംകുളം DYSPക്കാണ് അന്വേഷണ ചുമതല. മീഡിയ 1 ആലപ്പുഴ.